Your Honor, the evidence in this case conclusively shows that the accused acted in sheer self-defense. ഒരു കാമഭ്രാന്തന്റെ മുമ്പിൽ ചെന്നുപെട്ട് പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന എന്റെ കക്ഷി. സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ഭാരത വനിതകൾ പരിപാവനമായി കരുതുന്ന ചാരിത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നടത്തിയ പോരാട്ടത്തിലാണ് ആനന്ദ് മരിക്കാനിടയായത്. So my client is fully entitled for the benefits of exemption under section 300 of the Indian Penal Code. അതുകൊണ്ട് എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. That's all, Your Honor. What do you say, Mr. Prosecutor? Your Honor, I am surprised to hear the submissions of my learned friend that the accused has committed this crime just to protect her chastity. Exhibit P15 ആയി ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്റെ സഹപ്രവർത്തക മറന്നു കളഞ്ഞതാകാം. ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? No, you can't. അവിവാഹിതയായ നിങ്ങൾക്കിപ്പോൾ 3 മാസം ഗർഭമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? I object, Your Honor. You should look into the documents before you object it. What documents are you referring to? Exhibit P15 medical certificate, Your Honor. Objection overruled. You can proceed. സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായി ഗർഭിണിയായാൽ കൂടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാന്ന് പറയാൻ മടി കാണിക്കില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന്? നോ, യു കാൺട്ട് സേ. മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാൻ നിങ്ങൾക്ക് കഴിയും. Excuse me. May I make a submission, Your Honor? ഇതുവരെ റിലേ ചെയ്യാതിരുന്ന ഡോക്യുമെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുകയാണ്. So, I have to take further instructions from my client. They are arguing on the evidence already adduced. What do you say, Mr. Prosecutor? I have no objection, Your Honor, in my learned friend taking any number of instructions from her client. The case is adjourned to 30th of this month. എന്നാൽ ആ കുട്ടിക്ക് എന്നോട് പറയാമായിരുന്നില്ല. എനിക്കും അറിയില്ലായിരുന്നു. വക്കീലിനോടും ഡോക്ടർമാരോടും ഒന്നും വിളിച്ചേക്കാം. രവി, 1 second. ഞാൻ പോട്ടെ. ഇന്നത്തെ പെർഫോമൻസ് കലക്കിയിട്ടുണ്ട്. ശശികല ഒട്ടും മോശമില്ലായിരുന്നു. സ്വന്തം വർഗമായതുകൊണ്ടായിരിക്കും ഇത്ര ആവേശം. നാട്ടിൽ പെട്ടപ്പോ ഇന്നലെ ഹസ്ബൻഡിന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയി കേട്ടോ. അറിഞ്ഞു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്നാണല്ലോ കേട്ടത്. ESI ഡോക്ടർ അല്ലേ, തൊഴിലാളികൾക്ക് ലീവ് എഴുതി കൊടുത്ത് കണ്ടവനം കാശ് വാങ്ങിക്കുന്നുണ്ടാവും. ട്രാൻസ്ഫറിന് അതൊരു കാരണം മാത്രം. ശശികലയാണ് ഡോക്ടറെ കോട്ടയത്ത് കൊണ്ടാക്കിയെന്ന് കേട്ടല്ലോ. പോയിരുന്നു. വരട്ടെ. പണിക്കരെ, 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 എന്താണോ ഇത്? കോടതി വന്നിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ ഇന്നലെ ഒരു വെടിക്കെട്ട് കാണാൻ പോയി. സ്വല്പം കണ്ണടച്ചു. വായ കിടങ്ങനെ തുപ്പി കളഞ്ഞിട്ട് സംസാരിക്കണോ? ഇപ്പൊ വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. 20 പൈസ ആർക്കൂല, തള്ളിപ്പോകും സാർ. തന്റെ 20 പൈസക്ക് വേണ്ടി എന്റെ ദേഹം മുഴുവൻ ചീത്തയാക്കണോ? എപ്പ നോക്കിയാലും ഉണ്ടാവും വായി കുറുകുറ. തനിക്കൊന്ന് നിർത്തിക്കൂടെ? ഇത് പരമ്പരാഗതമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാർ. എന്ത് മുറുക്കലോ? യെസ് സാർ. എന്റെ അച്ഛൻ ഗോപാലപ്പണിക്കരി മുറുക്കും, അമ്മ ഭഗീരഥി മുറുക്കും, അമ്മാവൻ മുറുക്കും, ഭാര്യ മുറുക്കും, മകൻ മുറുക്കും, മകളും മുറുക്കും. അപ്പൊ ഒരു കോളാമ്പി ഫാമിലി ആണല്ലേ? താൻ വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരണം. യെസ് സാർ. ഗുഡ് ഈവനിങ് എന്തുകുട്ടി. ഓ, ഞാനത് മറന്നു. കൊച്ചുകുട്ടിയല്ലേ എന്നും ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ. പുറത്ത് എവിടെയെല്ലാം പോയിട്ട് വരുന്നതാ? അതിനല്ലേ ഷൂ ഇട്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാൽ രവേട്ടിന് ഓരോ ന്യായീകരണം ഉണ്ടാവുമല്ലോ. അഡ്വക്കേറ്റ് ആയതുകൊണ്ടാ. ഞാൻ പോയി ചായ
ആ എന്റെ കുട്ടി, ഇന്ന് നിന്റെ ഫേവറേറ്റ് സിംഗർ ശ്രീദേവിയുടെ കേസിന്റെ ആർഗ്യുമെന്റ് ആയിരുന്നു. എന്നിട്ട് എന്റെ പെർഫോമൻസ് നീ ഒന്ന് കാണേണ്ടതായിരുന്നു. ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? നോ, യു കാൺ. എന്താ രവിട്ട ഇത്? കോടതിയെന്ന് വെച്ചിട്ടാ? ഏകരവനെ, സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായ ഗർഭിണിയായാൽ പോലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയാൻ മടിക്കില്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ശ്രീദേവിയെ കുറിച്ച് രവിട്ടൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നില്ല. ആ കുട്ടി നിരപരാധിയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എന്റെ ജോലി ഞാൻ ചെയ്യും. നീ കോളേജിൽ പഠിക്കുമ്പോ ആ കുട്ടിയുടെ ഗാനമേള കേട്ടിട്ടുണ്ടെന്ന് വെച്ച് അവൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? നീ അവിരത്തി വിളമ്പിക്കും. ശ്രീദേവിക്ക് സ്വന്തക്കാരും ബന്ധുക്കളുമായി ആരുമില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഞങ്ങൾ ട്രൂപ്പുകാർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത്. ആ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ്. ഐ അഗ്രി. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്താ ഫലം? പ്രോസിക്യൂഷൻ അത്രയ്ക്ക് ശക്തമാണ്. ശ്രീദേവിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കേസിന് അല്പം ബലം കിട്ടിയേനെ. അതവളോട്ട് പറയുന്നില്ല. അല്ല, ശ്രീദേവിക്ക് അങ്ങനെ ആരെങ്കിലുമായി ബന്ധമുള്ളതായി? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു അറിവുമില്ല. ഇനിയിപ്പോ വക്കീൽ സാറ് ചോദിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞിരിക്കും. ശരി, ഇല്ല, എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞതാണ്. ശ്രീദേവിക്ക് എന്താണ് സംഭവിച്ചത് എന്നോട് തുറന്നു പറയൂ. എന്നാൽ മാത്രമേ കേസിന് അല്പമെങ്കിലും ബലം കിട്ടുകയുള്ളൂ. ആരാണ് ശ്രീദേവിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ? പ്ലീസ് ടെൽ മീ ശ്രീദേവി. എന്നോടെങ്കിലും പറയൂ. ഇല്ല, ഞാനത് പറയില്ല. എന്നോട് അത് മാത്രം ചോദിക്കരുത്. എനിക്കൊരു അപേക്ഷയുള്ളൂ. എനിക്ക് ഏറ്റവും വലിയൊരു ശിക്ഷ വാങ്ങിത്തരൂ. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനെന്നല്ലേ പറയാറ്? ഗുഡ് മോർണിംഗ് സർ. മണിക്കരെ, യെസ് സർ. സാക്ഷികളോടെല്ലാം ഓഫീസിൽ വരാൻ പറഞ്ഞിട്ടുണ്ടോ? യെസ് സർ. എന്ത് ചോദിച്ചാലും എസ് ആർ എസ് ആർ എസ് ആർ. ഇതെന്താ പോലീസ് സ്റ്റേഷനാണ്? യെസ് സർ. ഞാൻ പണ്ട് പോലീസിലായിരുന്നല്ലോ. വർഷങ്ങളായിട്ടുള്ള ശീലം കൊണ്ട് നാം എപ്പോഴും അങ്ങനെ വഴങ്ങും. ഒരു യെസ്. വരട്ടെ. എന്താണോ ഇത്? യുവർ ഓണർ, അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരുമില്ലാത്ത അബലയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്റെ കക്ഷി. പ്രത്യേകിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കലോപാസകയും. അങ്ങനെയുള്ള ഈ പെണ്ണിന് ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താൻ കഴിയില്ല. മദ്യപിച്ച് ലക്കില്ലാതെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആനന്ദുമായിട്ടുള്ള സ്ട്രഗിളിങ്ങിനിടയിൽ ഷോക്കേറ്റ് വീണ് ചിറവ് ദേഹത്ത് കയറി സ്വയം മരിച്ചതാണ് ആനന്ദെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും. ഐ ഹാവ് നത്തിങ് മോർ ടു സബ്മിറ്റ്. യുവർ ഓണർ, നല്ലവളായ നിരപരാധിയായ എന്റെ കക്ഷിയോട് ദയവുണ്ടാകണമെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ദയ, എന്ത് തെറ്റ് ചെയ്താലും നിർലോഭം ഉപയോഗിക്കാവുന്ന രണ്ട് പദങ്ങളുണ്ട് മലയാളത്തിൽ: ദയ, മാപ്പ്. ഒരു കൊലപാതകം ചെയ്ത ഈ സ്ത്രീക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തക ആവശ്യപ്പെടുന്നത് ദയാണ്. യുവർ ഓണർ, കലയുടെ പേരും പറഞ്ഞ് രാത്രിയും പകലുമില്ലാതെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഈ സ്ത്രീയെ നല്ലവളായിട്ട് ചിത്രീകരിക്കാൻ എന്റെ സഹപ്രവർത്തകയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. നല്ലവളെന്നാൽ സ്വഭാവശുദ്ധിയുള്ളവൾ എന്നാണ് അർത്ഥമെന്നത് എന്റെ സഹപ്രവർത്തകയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കാം. പിതാവ് ആരാണെന്ന് അറിയാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നുള്ളത് സ്പഷ്ടമാണ്.
ഇങ്ങനെയുള്ള ഈ സ്ത്രീ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഇവരെ വെറുതെ വിടുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ എന്റെ അഭിപ്രായം മറിച്ചാണ്. ഷീ ഡിസേർവ്സ് ദ മാക്സിമം പണിഷ്മെന്റ്. That's all, Your Honor. നിങ്ങൾക്കിതേക്കുറിച്ച് കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടായി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്ന അപേക്ഷ എനിക്കുള്ളൂ. ഈ കേസ് ജഡ്ജ്മെന്റിന് വേണ്ടി 27-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ശ്രീദേവിക്ക് ശിക്ഷ കിട്ടോ രവിട്ട? കുറ്റം ചെയ്താൽ പിന്നെ ശിക്ഷ കിട്ടില്ലേ? സത്യത്തിൽ ആ കുട്ടിയെ വെറുതെ വിടേണ്ടതാട്ടോ. കൊലപാതകം ചെയ്തിട്ടോ? മാനം രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതാവും. മാനം രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ തന്ത ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ അവളെ ഗർഭം ധരിക്കുമോ? ഷീസ് ക്യാരിങ് 3 months. എന്തോ പറഞ്ഞു കേട്ടിടത്തോളം ആ കുട്ടി നിരപരാധിയാകാനാണ് സാധ്യത. രവിയേട്ടൻ എന്തിനാ ഈ വക കേസെല്ലാം ഏറ്റെടുക്കുന്നത്? കൊള്ളാമല്ലോ. എന്റെ പൊന്നുമോളെ, ഞാനൊരു സർക്കാർ വക്കീല. പ്രതികളോടൊക്കെ അനകമ്പ് കാണിക്കാൻ പോയാലേ നമ്മുടെ കഞ്ഞൂടി മുട്ടും. എന്നാലും രവിയേട്ട, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കില്ലെന്ന് വെച്ചാ വെറുതെ ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും രവിയേട്ടന് ദേഷ്യം. ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രവിയേട്ടൻ ഈ കേസ് വാദിക്കുമായിരുന്നു. നീ വേണ്ടാത്തൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302-ാം വകുപ്പ് പ്രകാരം പ്രതി കൊലപാതകം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു. പ്രതി കുറ്റക്കാരിയാണെങ്കിലും പ്രതി കുറ്റം ചെയ്യാനിടയാക്കിയ സാഹചര്യങ്ങളും പ്രതി ഗർഭിണിയാണെന്നുള്ള വസ്തുതയും കണക്കിലെടുത്ത് പ്രതിയെ 7 വർഷം സാധാരണ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. പ്രതി ഗർഭിണിയായതിനാൽ ശിക്ഷാസമയത്ത് ജയിലിൽ പ്രതിക്ക് വൈദ്യസഹായവും ശുശ്രൂഷയും നൽകിയിരിക്കണം. I hereby direct that the superintendent of the central jail will follow the above instructions strictly. ശ്രീദേവിയുടെ കേസിന്റെ വിധി പറഞ്ഞു രവിട്ട? ആ കുട്ടി വെറുതെ വിട്ടോ? ഇല്ല, 7 വർഷം ശിക്ഷിച്ചു. അയ്യോ പാവം, ആ കുട്ടിയെ ജയിലിലേക്ക് കൊണ്ടുപോയി രവിട്ട. നിനക്ക് ഇതേക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ചോദിക്കാനില്ലേ? ഞാനിന്ന് നേരത്തെ വന്നത് നിനക്ക് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞുകൊണ്ടാ. ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചതാ. പിന്നെ ഞാൻ ആൾസോക്ക് അടിച്ചെന്നെ വരത്തുള്ളായിരുന്നു. ആ പാവം പെൺകുട്ടിയെ
7 വർഷം ശിക്ഷിച്ചതിന്റെ ആഘോഷത്തിനായിരിക്കും. കഷ്ടമുണ്ട് രവിയേട്ട. നിങ്ങൾ വക്കീലന്മാർക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. ഞങ്ങൾ വക്കീലന്മാർക്ക് ഒരൊറ്റ സെന്റിമെന്റ്സേ ഉള്ളൂ, അവരവരുടെ ഭാര്യ, കുട്ടികൾ, കുടുംബം. എന്നാൽ ഈ വക്കീൽ പണി അത്ര നല്ല ജോലിയൊന്നുമല്ല. നിരപരാധിയാണ് ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ആ ശാപം രവിയേട്ടനല്ലേ കിട്ടൂ. ഇന്ന വല്ല നാട്ടിൻപുറത്തുള്ള വാദ്യന്മാരോ വല്ല മൃഗഡോക്ടർമാരോ ആരെങ്കിലും കെട്ടാണ്ടിരുന്നത്. എന്നധികം കളിയാക്കൊന്നും വേണ്ട കേട്ടോ. എന്റെ പൊന്ന് ഇന്ദുക്കുട്ടി, നമുക്ക് ഇതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? വാ, അമ്പലത്തിൽ പോണ്ടേ? വിളിക്കൂ. എന്താ പേര്? ശ്രീദേവി. ഗർഭിണിയാണല്ലേ? ജയിൽ ഡോക്ടറെ കാണിച്ചിട്ട് അഡ്മിറ്റ് ചെയ്താൽ മതി. യെസ് സർ. പൊയ്ക്കോളൂ. സാർ, യു ക്യാൻ ഗോ. പ്രിയമുള്ളത്, CAC-യുടെ ഗാനങ്ങൾ ആരംഭിക്കുക. ആദ്യമായി ഇനി എത്ര രാഗങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം പാടുന്നത് ശ്രീദേവി.
ശ്രീദേവി ഉറക്കമായോ? വീടെത്തി. വരട്ടെ. ശരി. ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ പറ്റോളാം. ആരാ? ട്രൂപ്പിൽ നിന്ന് മാനേജർ സാറ് പറഞ്ഞിട്ട് വന്നതാ. മാനേജർ സാറോ? അതെ. നിങ്ങളോ? എന്തായി പാതിരാത്രി? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ട്രൂപ്പ് മാനേജറുടെ പേര് പറഞ്ഞാലേ വാതിൽ തുറക്കൂന്ന് എനിക്കറിയാം. ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ആരോഗ്യവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി കയറി വരുന്നത് എന്തിനായിരിക്കും? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകും. ഇല്ലെങ്കിൽ നീ എന്താ വെച്ചൊന്നും കഴിക്കത്തില്ലേ? മണി 5 ആയല്ലോ. ആദ്യമൊക്കെ ഇങ്ങനെയാ, 1-2 ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ തോന്നൂല. പിന്നെ കൈ കിട്ടുന്നതൊക്കെ വാരി വലിച്ചു തിന്നോളൂ. എന്താ അവിടെ? ഒന്നുമില്ല. മതി മതി പോ. ഗുഡ് ഈവനിംഗ് കുട്ടി. എന്താ വീട്ട് എന്ന് ലേറ്റായി? ഉച്ചയ്ക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കായിരുന്നത്? ഉച്ചയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നോ? എന്ത് ചോദിച്ചാലും ഞാൻ ചായ എടുത്തോണ്ട് വരാം. വേണ്ട. എന്താ? എനിക്കറിയാം, ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? പിന്നെ കുടിക്കുന്ന ദിവസമാ രവിട്ടൻ ഹാൾസും ചോദിച്ചോണ്ട് വരുന്നത്. നീ നമ്മുടെ അഡ്വക്കേറ്റ് മോഹന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോ സ്മാൾ അടിക്കണമെന്ന് അവനൊരു വാശി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ സമ്മതിക്കണ്ടേ? അതെ അതെ, കുടിക്കാൻ ഓരോരോ കാരണങ്ങൾ. എന്തിനാ രവിട്ടൻ ഇങ്ങനെ തുടങ്ങുന്നത്? അത് കൊള്ളാം. അല്ല, നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 2-2.5 വർഷമായില്ലേ? എന്നിട്ട് നിന്റെ എന്തിട്ടാ കുട്ടിയെ എന്നുള്ള ഈ വള്ളൂനാടൻ ഭാഷ മാറ്റാറായില്ലേ? വേണ്ട വേണ്ട, മറിക്കാനൊന്നും നോക്കണ്ട. ചൂടാകാതെ മാഡം, നമുക്ക് വഴിയുണ്ടാക്കാം. വാ.
എന്താണ് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഗർഭത്തിന്റെ ലക്ഷണമാണ്. അല്പ പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ശരി. ആ, ഇവരെല്ലാം വേഗം വാർഡിലേക്ക് കൊണ്ടു പോണോ? ഒന്നും പറഞ്ഞു പോലുമില്ല, എന്താണെന്നൊന്ന് പറഞ്ഞും കൂടെ ഇല്ല. ഓ, നടക്ക്. എന്നാലും അവൾ ഒപ്പിച്ചോണ്ട് ആളോടി വന്നത് ഭയങ്കര. പിന്നെ പഴയ പോലെ ഓടിച്ചാടി നടന്ന ശരീരം ഒന്നും അളക്കരുത്. ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഡോക്ടർ സാറേ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അധികം യാത്രയൊന്നും ചെയ്യണ്ട. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് തരാം. അപ്പോഴേ എന്താ ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു? ചുമ്മാ ഇരിക്കെ വിട്ട. ഇതാ ടാബ്ലറ്റ്. മേനോൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാ നടക്കുമെന്ന് തോന്നുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞാ എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ശാന്തർത്തി, മേനോൻ ചേട്ടന്റെ പേര് വീരരാഘവ മേനോൻ എന്നാണെങ്കിലും വീട്ടിൽ വന്ന ശാന്തരാഘവ മേനോനായിട്ട് മാറുമല്ലോ. അത് രവി എന്നെ ഒന്ന് വാരിയതാണല്ലോ. ആ, സൂപ്രണ്ട് സാർ വന്നു തോന്നുന്നു. അല്ല, ഇതാര്? നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. മേനോൻ ചേട്ടനെ കണ്ടു പോകാന്ന് കരുതി. ഇവർ കാപ്പ് കൊടുത്തു ശാന്തമ്മ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പോട്ടെ എടുത്തി. പറഞ്ഞതൊക്കെ മറക്കരുത്. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. വരട്ടെ. ഓക്കെ. വരട്ടെ. നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അതെങ്ങനെ വാങ്ങിക്കാനാ? കാലത്ത് ചെന്നപ്പോ മുതലേ ഏടാകൂടങ്ങളാ. അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അവരെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാമായിരുന്നില്ലേ? അവന്മാരെ അയച്ചാ ഒത്തിരി മുതലാവും. കൊടുത്തയക്കുന്നതിന്റെ പകുതി അവന്മാര് കക്കും. അതിലും ഭേദം അവിടെ കിടക്കുന്ന ഏതെങ്കിലും കള്ളന്മാരെ അയക്കുന്ന. അവന്മാരാകുമ്പം ഈ പോലീസുകാരെ പോലെ നക്കാപ്പിച്ച കാശ് മോഷ്ടിക്കല. അതെങ്ങനെയാ? നിങ്ങളൊക്കെ അല്ലേ മാർഗദർശികള്. പോകാൻ രവിട്ട, സമയം ഒരുപാടായി. ശാന്തടുത്ത് കാണണ്ട. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങിയെടുത്ത് നടന്നാലേ എന്നെ വഴക്ക് പറയാ. ശാന്തടുത്ത് ചോദിച്ചാ രവിയിട്ട് നിർബന്ധിച്ചിട്ടാണെന്നേ ഞാൻ പറയൂ. അതിനിപ്പോഴേ റെസ്റ്റ് എടുക്കണം. മാസത്ര കിടക്കുന്നു. ഈ രവിയേട്ടന് ഒന്നും അറിഞ്ഞൂടാഞ്ഞിട്ടാ. അത് ഞാൻ പ്രസവിച്ചിട്ടില്ല. ആ, ഒരു കാര്യം പറയാൻ മറന്നു. മുത്തശ്ശിയുടെ കത്തുണ്ടായിരുന്നു. എന്താ നാട്ടിലെ വിശേഷം? എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മാസക്കണക്ക് നോക്കിയിരിക്കത്ര. നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയാ ഇവിടെ ഞാൻ ഒറ്റക്കാവില്ലേ? നിനക്ക് പോണമെന്നുണ്ട്. രവിയേട്ടനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരൂ. പിന്നെ ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരുടെ അവകാശമോ? എന്ത് അവകാശമായാലും കൊള്ളാം. ഇവിടെ ആവുമ്പോ എഫിഷ്യന്റ് ആയ ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും ഒക്കെയാണ്. ആദ്യത്തെ മണിക്കൂട്ടന്റെ പ്രസവം ഇവിടെ, സെക്കൻഡ് മണിക്കൂട്ടിയുടെ പ്രസവം അവിടെ. എല്ലാം രവിയേട്ടന്റെ ഇഷ്ടം. ആ, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഉള്ളന്നൂലും മറ്റും വാങ്ങാനുണ്ട്. വെറുതെ ഇരിക്കുമ്പോ കുട്ടിയുടുപ്പ് തന്നെയാ. മണിക്കുട്ടനോ അതോ മണിക്കുട്ടിക്കോ? കുട്ടിയുടുപ്പ് മണിക്കുട്ടനും മണിക്കുട്ടിക്കും ഇടാം. രണ്ടെണ്ണം. ഇന്ത്യക്ക് വണ്ണം കുറയുന്നില്ലല്ലോ. അതെങ്ങനെ കുറയാനാ? നമ്മുടെ റേഷനല്ലേ തിന്നുന്ന. ഒരു പുതിയ സാധനം വരുന്നുണ്ട്. എന്താ പേര്? രജനി. എന്ത് തെറ്റ് ചെയ്തിട്ടാ രജനി ഇവിടെ?
ജോലി? ശ്രീദേവിക്ക് ഇവിടുന്ന് പുറത്തു പോയാ പുതിയൊരു ജീവിതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക്, രജനിക്ക് എത്ര വർഷത്തെ ശിക്ഷയാ? ഒരു നിമിഷത്തെ ശിക്ഷ. മനസ്സിലായില്ലല്ലേ? ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ. തൂക്കുമരവും കാത്തുകിടക്കുന്ന കൊലയാളിയാണ് ഞാനിന്ന്. ഇരട്ട കൊലപാതകം. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പുള്ള വിശ്രമ സമയമാണ് എനിക്കിപ്പോ. ഒരു കണക്കിന് ജീവപര്യന്തത്തേക്കാൾ സുഖമുള്ള ശിക്ഷയാണ് വധശിക്ഷ. വർഷങ്ങളോളം ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് ആത്മപീഡനം അനുഭവിക്കേണ്ടല്ലോ. ഇനി 5 മാസവും 5 ദിവസവും. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രജനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എന്റെ ഭർത്താവിനെയും രണ്ടാനമ്മയെയും വെട്ടിക്കൊന്നു. ശ്രീദേവിക്കറിയാമോ, ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു. നീണ്ട 5 വർഷത്തെ ദൈവികമായ പ്രേമത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത്. മകളുടെ ഭർത്താവിനെ സ്വന്തം മകനായും ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയെയും കരുതണമെന്നല്ലേ നമ്മുടെ ആചാരം. പക്ഷെ എന്റെ ഭർത്താവിനും രണ്ടാനമ്മയ്ക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോ ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല. കയ്യെ കിട്ടി കൊടുവാളെടുത്ത് വെട്ടി രണ്ടിനെയും കൊന്നു. എന്റെ ഉയിരായി നീ മാറി, നിന്റെ നിഴലായി ഞാൻ മാറി, എങ്ങെങ്ങും എൻ മുന്നിൽ നീയായി, ഹൃദയം നിറയെ നീയായി. നിന്റെ ഉയിരായി നീ മാറി, നിന്റെ നിഴലായി ഞാൻ മാറി.
എന്റെ ഉയിരായി നീ മാറി നിന്റെ നിഴലായി ഞാൻ മാറി ചൂടാൻ വന്നതല്ലോ ഞാൻ അണയൂ മെയ്യിൽ പടരൂ മഞ്ഞിൻ കണപോലെ അലിയൂ അണയൂ മെയ്യിൽ പടരൂ മഞ്ഞിൻ കണപോലെ അലിയൂ എങ്ങെങ്ങും എൻ മുന്നിൽ നീയായേ ഹൃദയം നിറയെ നീയായേ നിന്റെ ഉയിരായി നീ മാറി നിന്റെ നിഴലായി ഞാൻ മാറി നിന്നെങ്ങും എൻ മുന്നിൽ നീയായി ഹൃദയം നിറയെ നീയായി നിന്റെ ഉയിരായി നീ മാറി നിന്റെ നിഴലായി ഞാൻ മാറി തന്റെ പാട്ട് ഇന്നലെ വളരെ മോശമായി. അന്ന് ആ ഫൈൻ ആർട്സ് ഹോളിൽ പാടിയതുപോലെ ഇതുവരെ ഒരിടത്ത് കേട്ടിട്ട്. സ്റ്റേജിന് മുന്നിൽ വന്നിരുന്ന് ഗോഷ്ടി കാണിച്ചാൽ പിന്നെ ഇങ്ങനെ പാട്ട് നന്നാവുന്നത്? ആ നമുക്ക് അവിടെ പോയി ഒരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, തണുത്തൊന്നും എനിക്ക് വേണ്ട. ഓ പാട്ടുകാരിയല്ലേ, തണുത്തത് കഴിച്ചാ തൊണ്ട പോവുമായിരിക്കും. ആ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് കുവൈറ്റിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഒരു വലിയ കമ്പനിയിലെ ബിസിനസ് എക്സിക്യൂട്ടീവ്. 4 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. അതുവരെ ഈ ബാങ്കിലെ ജോലി തുടരാമെന്ന് വിചാരിച്ചു. എന്തിനാ സതീഷ് ഇത്രയും ദൂരെയൊക്കെ പോകുന്നത്? ഇപ്പോഴുള്ള മാനേജർ ഉദ്യോഗം പോരെ? അതിനെന്തോ ഒരു കുറവ്? എടി പെണ്ണേ, എനിക്ക് കുവൈറ്റിൽ കിട്ടിയിരിക്കുന്ന ജോലി ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. നീ വിഷമിക്കാതെ. അവിടെ പോയാൽ എന്നെ കാണാൻ പറ്റില്ലെന്നായിരിക്കും. ജോയിൻ ചെയ്ത് 6 മാസം കഴിഞ്ഞ് ഞാനിങ്ങ് വരത്തില്ലേ? എന്നിട്ട് നിന്നെയും കൂട്ടി ഒരു പോക്കുണ്ട് കുവൈറ്റിലേക്ക്. മിസ് ശ്രീദേവിയാട്ടൻ, മിസ്സസ് സതീഷായിട്ട് ഹണിമൂണൊക്കെ അവിടെ. എന്റെ വാച്ച് എവിടെ? ശാന്തമ്മേ, ഇതെവിടെ കൊണ്ട് വെച്ചു? എന്തിനാ വിളിച്ചു പോകുന്നത്? എന്റെ വാച്ച് കണ്ടോ? വാച്ച് നിങ്ങൾ അവിടെയല്ലേ വെക്കാറുള്ളത്? കണ്ണു തുറന്നു നോക്ക്. എന്റെ പേഴ്സും കാണുന്നില്ലല്ലോ. അയ്യോ, എന്റെ വാച്ചും കാണുന്നില്ല, ഹാൻഡ് ബാഗും ഇല്ല. ഇന്നലെ ശമ്പളം വാങ്ങിച്ച മുഴുവൻ രൂപയും അതിലുണ്ടായിരുന്നു. എന്റെ ബാഗിലും ഉണ്ടായിരുന്ന രൂപ. ഇത് ആരെടുക്കാൻ? അയ്യോ, നീ ഇത് കണ്ടോ? ഇത് കള്ളം കയറിയതാണല്ലോ. നീ ആ സ്വർണ്ണപ്പട്ടങ്ങളൊക്കെ ഉണ്ടോ നോക്കി? അതൊക്കെ എവിടെയുണ്ട്? ചേടാ, നാണക്കേടായല്ലോ. ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കള്ളം കയറിയ നാളെ പത്രക്കാരെഴുതുമല്ലോ. നിങ്ങൾക്ക് പത്രക്കാരറിയുന്നല്ല വിഷമം. പോയ സാധനങ്ങൾ കിട്ടാൻ എന്തെങ്കിലും വഴി നോക്ക്. പോയതങ്ങ് പോട്ടെ ശാന്തമ്മേ, നാട്ടുകാരറിഞ്ഞ എനിക്കാ കുറച്ചില്. അല്ല, കക്കാൻ വന്നവൻ വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരുന്ന ജയിൽ സൂപ്രണ്ടെന്ന നെയിം ബോർഡ് കണ്ടു കാണില്ല. കണ്ടെങ്കിൽ അവൻ കയറില്ലായിരുന്നു. പിന്നെ കക്കാൻ വരുന്നവൻ നെയിം ബോർഡ് നോക്കിയിട്ടല്ലേ വരുന്നത്. നാണക്കേടും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ. ശരി. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഗുഡ് മോർണിംഗ് സർ.
ഇന്നലെ രാത്രി വാച്ചും രൂപയും മാത്രമേ മോഷണം പോയിട്ടുള്ളൂ. ആ, ഇന്ന് വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരുത്തനെ പിടികിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവനായിരിക്കും. നമ്മുടെ സ്ഥിരം ലിസ്റ്റിൽ പെട്ടതാ. വാച്ച് പരം. വാച്ചും രൂപയും മോഷ്ടിക്കുന്നത് അവന്റെ പ്രധാന ഹോബി. ആ, ശരി സർ. ഏതായാലും ഞാൻ അവനെ ഒന്നും കൂടെ ചോദ്യം ചെയ്ത് നോക്കാം. യെസ് സർ. ഓക്കെ. എഴുന്നേക്കടാ. അമ്മച്ചിയാണോ? ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തിട്ടില്ല അല്ലേ? ജോർജ് സാർ, ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീയാണോടാ ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി വാച്ചിന്റെ രൂപയും മോഷ്ടിച്ചത്? ഇല്ല സാർ, സാറാണ് സത്യം. ഇല്ല സാർ, എനിക്ക് എന്തിനാ സാർ വാച്ച്? എനിക്ക് എന്തിനാ സാർ രൂപ? ഞാൻ വെറും ഒരു പാമരനാം പാന്തൻ. ഇവനെ ശരിക്ക് ചോദ്യം ചെയ്തില്ലേ? ഇവനെ ഞങ്ങൾ ശരിക്ക് പെരുമാറിയത് സാർ. എന്നിട്ട് ഇവൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. അയ്യോ, നീ സത്യം പറയില്ലടാ. അയ്യോ, അങ്ങനെ ഒരു പിടിഭാഷ എനിക്കില്ല സാർ. ഏത് സത്യവും ഞാൻ പറഞ്ഞു വരുമ്പോ കളവായി പോകും. ഈ ലോകം തന്നെ സത്യമല്ല, മിഥ്യയാണ് സാർ. പാലിക്കാനും പുതലേ. നിന്നെ എത്ര തല്ലിയാണ് നീ സത്യം പറയില്ലെന്ന് എനിക്കറിയാം. പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ആ സ്റ്റൂൾ ഇങ്ങനെ തൂക്കിയ. ഇതെന്തിനാ സാർ? എനിക്ക് വേണ്ട സാറിന്റെ മുമ്പിൽ ഞാൻ എന്നോളാം. കിട്ടിയോ ജോർജെ? കിട്ടി. ആ, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ 30 രൂപയുടെ ചെലവേ എനിക്കുള്ളൂ. അയ്യോ, റമ്മോ? കുടിക്ക. വേണ്ട സാർ, ഇനിയും എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കൊള്ളൂ. ഈ റം എനിക്ക് തരരുത്. ഇവൻ അകത്താക്കിയ സത്യം പറഞ്ഞ് ഞാനും അകത്തായി പോവും. കുടിക്കടാ. തൊടാൻ കുറച്ച് അച്ചാർ കിട്ടുമോ? നിന്റെ അച്ചാർ ബാക്കിയോടെ കുടിക്കണം. എടാ, നീയാണോ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചത്? സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചതെന്ന്? പിന്നല്ലാതെ. ജയിൽ സൂപ്രണ്ട് എന്ന ബോർഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊന്ന് അതേടാ, കേറി പഠിക്കാൻ പറ്റിയ സ്ഥലം എങ്ങനെയാ നീ വീട്ടിൽ കയറി? പറയാം. ആദ്യം ഞാൻ ടെറസിൽ കയറി. അവിടെ നിന്ന് കയറ് കെട്ടി സൂപ്രണ്ട് സാറിന്റെ മുറി ഇറങ്ങി. എന്നിട്ട് മേശ തുറന്ന് വാച്ചെടുത്തു. പിന്നെ പേഴ്സ് എടുത്തു. അകത്തെ മുറിയിൽ ചെന്ന് കൊച്ചമ്മയുടെ വാച്ചെടുത്തു. കൊച്ചമ്മയുടെ പേഴ്സ് എടുത്തു. വേറെ ഒന്നും എടുത്തില്ല. വാച്ചും പേഴ്സും അല്ലാതെ ഈ വാച്ച് വരുമ്പോ വേറെ ഒന്നും എടുക്കത്തില്ല. വാച്ച് എനിക്കൊരു ക്രൈസാ, പേഴ്സ് എനിക്കൊരു ഹോബി. നിന്റെ ഒരു ക്രൈസും ഹോബി. ഒന്ന് ചുമ്മാ എഴുതി സാറേ. ആ, പിന്നെ സാറേ, ഈ സൂപ്രണ്ട് സാർ ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങിയ വല്ല പെരുങ്കള്ളന്മാരും വന്ന് വിലപിടിപ്പുള്ള സ്വർണമോ മറ്റോ എടുത്തോണ്ട് പോയി എന്ത് ചെയ്യും? പോകന്നെ. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാ കാണൂല. നീ അവിടെ എടുത്ത സാധനങ്ങളൊക്കെ എവിടെയാടാ? സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിന്നോടാ ചോദിച്ചത്. ആ, അത് പറയണമെങ്കിൽ ഊതാതെ അക്കാര്യം പറയണമെങ്കിൽ എനിക്കൊരു ഹാഫും കൂടെ മേടിക്കുക. ബോഡി വളരെ വീക്കാണ്. ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ സൂപ്രണ്ടോട് പറയാം. വരൂ, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. എടി, ജയിലിൽ വരുന്നെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരണം. നല്ല ഭക്ഷണം, പുറത്ത് ആസ്പത്രി പോയുള്ള ചികിത്സ. എടി മതി, നിർത്ത്. എടി, നമ്മൾ ഓരോ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്കും പുറത്തു പോയി ചുറ്റിക്കറങ്ങാമായിരുന്നു. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ രജനി. ഈ ക്യാപ്സൂൾസും ടോണിക്കും കഴിക്കണം. ഒരാഴ്ച മുടങ്ങാതെ ഇഞ്ചക്ഷനും എടുക്കണം.
എന്നും ഇഞ്ചക്ഷൻ എടുക്കാൻ ഇന്ദുവിന്റെ കൂടെ രവിക്ക് വരാൻ പറ്റുമോ? ഹിന്ദു കല്യാണിയമ്മയും കൂട്ടി വന്നോളൂ. ഭാര്യമാര് ഗർഭിണിയായ ഭർത്താക്കന്മാർക്ക് ജോലിയായി. ഫസ്റ്റ് ഡെലിവറിക്കേ ഉള്ളൂ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ റൊട്ടീൻ ആയിക്കൊള്ളും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. നീ എപ്പോഴും പറയാറില്ലേ ആ പാട്ടുകാർ ശ്രീദേവി ജയിലിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നായിരിക്കും. നമുക്കൊന്ന് പോയി കണ്ടിട്ട് എന്തിനാ ഇന്ദു വെറുതെ ആവശ്യമില്ലാതെ? ഒരു മിനിറ്റ് ഇപ്പൊ വരാന്നേ. ആ നീ പോട്ടോ, ഞാൻ ഇവിടെ ചെൽ. ആരാ? ഞാൻ ഈ കുട്ടിയൊന്ന് കാണാൻ വന്നതാ. ശ്രീദേവി, ദേവിനെ ആരാ കാണാൻ വന്നിരിക്കുന്നു? എന്റെ പേര് ഇന്ദു. ഞാൻ ഡോക്ടർ ശാന്തേടത്തി ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്താ അസുഖം? നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണല്ലോ. ഇതെത്രയും മാസം? 7. എനിക്ക് 5-ാം മാസമാണ്. ഞാൻ പോട്ടെ ശ്രീദേവി. രവിയേട്ടനല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവുമെന്നറിയോ? വീട്ടിലുള്ളവർക്ക് അതിന്റെ ദോഷം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിതൊന്ന് വായിച്ചു തീർത്തോട്ടെ. രാത്രി കുറച്ചു നേരം എന്തെങ്കിലും വിശേഷം പറയാൻ രവിയേട്ടന് കിട്ടും. അപ്പൊ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങോട്ടാ ഞാൻ പറഞ്ഞതല്ലോ രവിയേട്ടൻ ശ്രദ്ധിച്ചോ? എന്ത് ശ്രദ്ധിക്കാൻ? നിനക്ക് ആപ്പടെ ഒരു സബ്ജക്റ്റിലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വെച്ചാ പെണ്ണെ കാണിച്ചു തരാൻ പോയത് അബദ്ധമായി. ആ കുട്ടിയെ കണ്ടാലറിയാം നിരപരാധിയാണെന്ന്. നാളെ ഞാൻ ആശുപത്രി പോകുമ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ചേടാ, ഞാൻ കേസ് വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പെണ്ണുങ്ങളെയല്ലേ എന്റെ ഭാര്യ പോയി കാണുക, കുശലം പറയുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. നല്ല ഏർപ്പാടാണല്ലോ. നിനക്ക് ആ പെണ്ണിന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? നീ ഇങ്ങനൊരു പഞ്ചഭാവമായിപ്പോയല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കിയല്ലേ അതിന്റെ ക്ഷീണം ഉണ്ടാവുന്ന നമ്മുടെ മണിക്കൂട്ടനാ. എന്തോ ഞാൻ ഇറങ്ങുന്നു. ഇന്ന് രവിയേട്ടൻ എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? ആ, കോടതിയിൽ പോകാനുള്ള തിരക്കൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്നെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവും. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യങ്ങളല്ല. സോറി. ഇന്ന് നേരത്തെ വരില്ല രവിയേട്ട? എന്താ വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം വല്ലതുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ വരുള്ളൂന്നുണ്ടോ? അല്ല, മുത്തശ്ശിയുടെ പിറന്നാളാണെന്ന് മുത്തശ്ശന്റെ ശ്രാദ്ധമാണെന്ന് നോക്കി ഇടയ്ക്ക് എന്തുകുട്ടി പറയാറില്ലേ? അതുപോലെ വല്ലതുമാണെന്ന് അറിയാൻ ചോദിച്ചത്. അതൊന്നുമല്ല. വൈകിട്ട് നമുക്കൊന്നിച്ച് അമ്പലത്തിലൊന്ന് പോണം. എന്താ പ്രത്യേകിച്ച്? അതൊക്കെ വൈകുന്നേരം വന്നിട്ട് പറയാം. ഓ, സസ്പെൻസ് ആണല്ലേ. വയലെല്ലാം എടുത്താടോ, പോയി തുപ്പിട്ട് പാടോ. ആ ഇന്ദു, ഞാൻ പോയിട്ട് കാറയക്കാം. കല്യാണി മേൻകുട്ടി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം. കല്യാണിമേ, ശാന്തടുത്തി മുറിയിലുണ്ടോ നോക്കിയേ. ഞാനിപ്പോ വരാം. ശ്രീദേവിക്ക് വേണ്ടി കുറച്ച് ആപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തോട്ടെ.
പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിയമം. ശരി, കൊടുത്തോളൂ. എന്തിനാ ഇതെല്ലാം? ആപ്പിൾ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് കരുതിയാൽ മതി. ഞാനിവിടെ സാധാരണ കിടക്കുന്ന രോഗിയെ പോലെയല്ല. 7 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിയാണ്. എല്ലാം എനിക്കറിയാം. ആഹാ, ഇന്ദു ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? വരൂ. വരട്ടെ. ചേച്ചി, എന്റെ എന്തു പറ്റി? പറയൂ ചേച്ചി. ഇന്ന് രവിയേട്ടൻ എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? കോടതിയിൽ പോകാനുള്ള തിരക്കുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവില്ല. മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈശ്വരന്റെ കൽപ്പനകൾ അനുസരിച്ചല്ലേ പറ്റൂ. എഴുന്നേറ്റ് ചെന്ന് കുളിച്ച വല്ലതും കഴിക്കാൻ നോക്ക്. എത്ര ദിവസമെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നത്? എഴുന്നേൽക്ക് രവി. നിനക്കിന്ന് പോവാന്ന് ഡോക്ടർ പറഞ്ഞു. വേഗം റെഡിയാവും. കുഞ്ഞിനെ വരും.
ശ്രീദേവി മടങ്ങി വരുമ്പോ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രവി, രവി വരുന്നില്ലേ? കോടതി കൂടാൻ സമയമായി. ഞാനിന്ന് ലീവാണ്. എന്താ രവി ഇത് ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? എല്ലാം ഫേറ്റാണ്. നമ്മൾ അഡ്വക്കേറ്റന്മാർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാത്തവരാണെന്ന് പലരും പറയുന്നത് കേൾക്കാം. എല്ലാം ഇനി ഓർമ്മകളിലേ സൂക്ഷിക്കാനാവും. രവിട്ട, എന്താ രവിട്ട ഇത്? ഷൂ ഇട്ടുകൊണ്ടാണ് അകത്ത് പോന്നേ? കൊച്ചുകുട്ടിയല്ലേ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കാൻ. കൊച്ചിനെ വെച്ചോണ്ട് സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എടി പെണ്ണെ, നീ കൊച്ചിനെ വെച്ചിട്ടുള്ള പണിയൊന്നും എടുക്കണ്ടേ? കൊച്ചിനെ എവിടെ കിടത്തിലൊന്ന് ജോലി എടുക്ക്. ആ, കുഞ്ഞുങ്ങളായ കരയൊക്കെ ചെയ്യും. നീ ആദ്യമായിട്ട് പ്രസവിച്ചത് കൊണ്ടാ. 2-3 ആകുമ്പോ ഒക്കെ ശരിയായിക്കോളും. ചെല്ല്, ഇല്ലെങ്കിൽ വാർഡൻ ഞങ്ങളെയാ ചീത്ത പറയുന്നത് അല്ലേടി? ആ ചെല്ലു വേണ്ടേ? നീ വാങ്ങിച്ചിരിക്കുന്നു. കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. നീ എന്നാ ശ്രീദേവി എന്ന് പറഞ്ഞേക്കും. രവിയെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ്. എന്തു മരിച്ച ദുഃഖം ഇന്നും തന്നെ വിട്ടുമാറിയിട്ടില്ലെന്നറിയാം. ഒരിക്കലും അത് മാറുകയുമില്ല. എന്നാലും താൻ ചെറുപ്പമാണ്. ഈ ഏകാന്തതയിൽ നിന്നും കുറച്ചെങ്കിലും മോചനം കിട്ടണമെങ്കിൽ താൻ മറ്റൊരു വിവാഹം കഴിക്കണം. ശരിയാ രവി, നീ ഒരു വിവാഹം കഴിച്ചാലേ. ഇല്ല ശാന്തൻ, ഇനിയൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. തന്നെ ഞങ്ങൾ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. വിവാഹം കഴിഞ്ഞ ഉടനെ എത്രയോ പേരുടെ ഭാര്യമാർ മരിച്ചിരിക്കുന്നു. അവരൊക്കെ ജീവിക്കുന്നില്ലേ? എല്ലാം ഓരോരുത്തരുടെ ഫേറ്റാണ്. മേനോൻ ചേട്ടനും ശാന്തയെടുത്തും എന്നെ നിർബന്ധിക്കരുത്. എന്റെ ഇന്ദുവിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ ഇല്ല, എനിക്കതിന് കഴിയില്ല. രവീഷ്ണല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവാന്നറിയോ? വീട്ടിലുള്ളവർക്കാ അതിന്റെ ദോഷം. അവിവാഹിതയായ നിങ്ങൾ ഇപ്പോൾ 3 മാസം ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാമോ? പിതാവ് ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നത് സ്പഷ്ടമാണ്. She deserves the maximum punishment.
ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രവീഷ് ഈ കേസ് വാദിക്കുമായിരുന്നു. ഹലോ, താനെന്താടോ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? പിന്നെ എന്തൊക്കെയുണ്ട്? തന്റെ തീരുമാനത്തിന് വല്ല മാറ്റവും ഉണ്ടായോ? ആദ്യമൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ലെന്നും മറ്റൊരു വിവാഹം വേണ്ടെന്നുമൊക്കെ തോന്നി. പിന്നെ കാലമല്ലേടോ, അവൻ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തീരുമാനത്തെ തന്നെ ചിലപ്പോൾ മാറ്റിയെന്ന് വരും. ആ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാണ്. എന്താ കാര്യം? ഒരു കൊലക്കേസിൽ 7 കൊല്ലം ശിക്ഷിച്ച് ഇവിടെ ജയിലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രീദേവി. ശ്രീദേവി? ഓ, മനസ്സിലായി. അവളിപ്പോ പെൺകുട്ടിയൊന്നുമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. 6 മാസം മുമ്പ് അവള് പ്രസവിച്ചു. ഞങ്ങൾക്ക് കുറ്റവാളികളെ മാത്രം നോക്കിയാ പോരല്ലോ, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി നോക്കണം. എന്താ പ്രത്യേകിച്ച്? എനിക്ക് അവരെ ഒന്ന് കാണണം. എന്താ, അപ്പീൽ പോകാൻ വല്ല പരിപാടിയുണ്ടോ? അതിന് ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറല്ലേ. പിന്നെന്താണാവോ? ഇന്ദുവും ശ്രീദേവിയും തമ്മിൽ പരിചയക്കാരായിരുന്നു. എനിക്ക് അവരെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, കാണാമല്ലോ. വരൂ. ഇതാണ് അവരുടെ കുട്ടി. അവരെവിടെ പോയി? 3 നേരവും സുഭിക്ഷമായി ആഹാരം കൊടുക്കുന്നല്ലേ. എന്തെങ്കിലും ജോലി ചെയ്യിക്കണ്ടേ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ വിളിക്കാം. ശരി. സാറെന്തിനാ വിളിപ്പിച്ചത്? ശ്രീദേവിക്ക് മനസ്സിലായി. മനസ്സിലായി. എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത്? ഞാൻ സൂപ്രണ്ട് മേനോനൊന്ന് കാണാൻ വന്നതാ. അപ്പോ ശ്രീദേവിയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അത്രയ്ക്കുള്ളൊരു ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. പിന്നെ വെറും ഒരു നേരം പോക്ക് അല്ലേ? അല്ല, എന്റെ ഭാര്യ ഇന്ദുവിന് ശ്രീദേവി വലിയ ഇഷ്ടമായിരുന്നു. ശ്രീദേവി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാണാൻ വരാറുള്ള ഒരു ഇന്ദുവിന് ഓർമ്മയില്ലേ? അത് സാറിന്റെ ഭാര്യയാണോ? അതെ. ഇന്ദുവിന് സുഖമാണോ സാർ? പ്രസവിച്ചെടുക്കുകയായിരിക്കും അല്ലേ? അല്ല, ഇന്ദു മരിച്ചുപോയി. എന്താണോ സംസാരിച്ചു കഴിഞ്ഞോ? പോകാം. ആ കുട്ടിയെ അവിടെ കെട്ടിച്ചിട്ട് പോയി ജോലി ചെയ്തു. താൻ എന്താണ് ഈ പറയുന്നത്? എവിടെയോ അലവലാതിയായി നടന്ന് ഒരു കൊലപാതകവും ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ തന്നെ എടുത്ത് വളർത്തണമെന്നുണ്ടോ? എടോ, ഇവിടെ ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിയാൽ ഇതിനേക്കാൾ അന്തസ്സാണ്. അനാഥയായ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുക എന്നതല്ല എന്റെ ഉദ്ദേശം. പിന്നെ? ഓ, താൻ 7 കൊല്ലത്തെ ശിക്ഷ വാങ്ങിക്കൊടുത്തതിലുള്ള വിഷമം കൊണ്ടായിരിക്കും. എടോ, ഇവിടെ ജീവപര്യന്തവും മരണശിക്ഷയും വിധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ വക്കീലന്മാർക്ക് സിമ്പതി തോന്നി തുടങ്ങിയാൽ വിഷമിച്ചു പോത്തേ ഉള്ളൂ. തനിക്കിത് എന്തു പറ്റി? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. മേനോൻ ചേട്ടാ, എന്റേതെന്ന് പറയാൻ എനിക്കൊരു കുട്ടിയില്ല. ഇന്ദുവിന് ശ്രീദേവി വലിയ ഇഷ്ടമായിരുന്നു. ശ്രീദേവിയുടെ കേസ് നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് ഇന്ദു എന്നോട് പറയാറുണ്ടായിരുന്നു.
അന്ന് ഞാനത് ചെയ്തില്ല. ഇന്ന് ആ സ്ത്രീയുടെ കുഞ്ഞ് ജയിലിൽ കിടന്ന് നരയിക്കുന്നത് കാണുമ്പോൾ അതിനോടൊരല്പം കരുണ കാണിക്കുന്നത് തെറ്റാണെന്നാണോ മേനോൻ ചേട്ടൻ പറയുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ തന്റെ ഇഷ്ടം. വേണ്ട സർ, എനിക്ക് ശിക്ഷ വാങ്ങി തന്നതിലുള്ള സഹതാപം കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനവുമായി സാറിപ്പോൾ വന്നത്. അല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞെങ്കിലും നല്ല നിലയിൽ വളരട്ടെ എന്ന് കരുതിയാൻ. സർ, ഇപ്പോൾ കാട്ടുന്ന ഈ സഹതാപത്തേക്കാൾ എത്രയോ നന്നായിരുന്നു അന്ന് എനിക്കൊരു വധശിക്ഷ വാങ്ങി തന്നിരുന്നെങ്കിൽ ഞാനും എന്റെ മോനും ഒരുമിച്ച് ഒരു നിമിഷം കൊണ്ട്. ശ്രീദേവി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ ശ്രീദേവിയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റിന്റെ ശിക്ഷ ഒന്നും അറിയാത്ത ഈ കുഞ്ഞോട് അനുഭവിക്കണം. എനിക്ക് ശ്രീദേവിയോട് ഒന്നേ പറയാനുള്ളൂ, ഈ കുഞ്ഞിന്റെ നന്മയോർത്തെങ്കിലും മോനെ എന്റെ കൂടെ വളരാൻ അനുവദിക്കണം. എന്റേതെന്ന് പറയാൻ എനിക്ക് കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവന്റെ മുഖം കണ്ട നിമിഷം മുതലാണ് ഞാൻ മരണത്തെ മറക്കാൻ തുടങ്ങിയത്. ഇല്ല സർ, എന്റെ മോനെ ഞാൻ തരില്ല. എനിക്കതിനാവില്ല. രവി, എന്താണ് ഈ പറയുന്നത്? ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുക എന്നത് അത്ര വലിയ തെറ്റാണോ? എനിക്ക് അതാണ് മനസ്സിലാകുന്നത്. കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നത് മനുഷ്യത്വമാണെന്ന് ഞാൻ പറയും, തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ മാത്രം രവിയും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവുമില്ല. ശശികലയ്ക്ക് അറിയാമോ, ശ്രീദേവിയുടെ കേസ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇന്ദു ആദ്യം ചോദിക്കുന്നത് ശ്രീദേവിയെ കുറിച്ചായിരുന്നു. ശ്രീദേവിയെ ശിക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഫഷനെ കുറിച്ച് അറിയാനിട്ടാണെങ്കിൽ കൂടി അന്ന് അവളെന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്റെ ഇന്ദു ജീവിച്ചിരുന്നപ്പോൾ ആ കുറ്റപ്പെടുത്തലിലൊന്നും ഞാൻ കാര്യമായിട്ടെടുത്തില്ല. പക്ഷേ ഇന്ന് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ശ്രീദേവിയുടെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ശശികല പറഞ്ഞാൽ ശ്രീദേവി സമ്മതിച്ചേക്കും. അത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. ഞാൻ പറഞ്ഞു നോക്കാം. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതെ കഴിയാൻ പറ്റില്ല. കുഞ്ഞുമായി ഇവിടെ എത്ര നാൾ കഴിയാമെന്നാണ് ശ്രീദേവിയുടെ വിചാരം? കുഞ്ഞിന് 1 വയസ്സ് തികയുന്നത് വരെ മാത്രമേ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. 1 വർഷം തികഞ്ഞാൽ കുഞ്ഞിനെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് മാറ്റും. 1 വയസ്സാകുമ്പോൾ ശ്രീദേവി തന്റെ അമ്മയാണെന്ന് കുഞ്ഞിന് മനസ്സിലാകാനും തുടങ്ങും. അപ്പോഴുള്ള അകൽച്ചയേക്കാൾ നല്ലത് ഇപ്പോഴേ. നിന്റെ വേദന എനിക്കറിയാം കുട്ടി, പക്ഷെ എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, അനാഥാലയത്തിൽ വളരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നീ അറിയുന്ന ഒരു മനുഷ്യന്റെ സംരക്ഷണയിൽ നിന്റെ കുഞ്ഞ് വളരുന്നു. വലുതാകുമ്പോൾ നിന്റെ കുഞ്ഞിനെ ആർക്കും അനാഥ കുട്ടിയായി കാണാനും കഴിയില്ല. അഡ്വക്കേറ്റ് രവി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിന്റെ ഭാഗ്യത്തിനാണ്. ഭാര്യയും കുഞ്ഞും മരിച്ച ദുഃഖത്തിലാണ് ആ മനുഷ്യനിപ്പോ. നീ കുഞ്ഞിനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ഇന്ന് രവി അനുഭവിക്കുന്ന ദുഃഖത്തിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ശ്രീദേവി, നിന്റെ കുഞ്ഞിനെ രവി സ്വന്തം കുഞ്ഞായി വളർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
മോന് സുഖാണോ സാർ? അവൻ എപ്പോഴും മമ്മിയെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കാറുണ്ട്. ഞാൻ ജയിലിലാണെന്ന കാര്യം എന്റെ മോൻ ഒരിക്കലും അറിയരുത്. ചെയ്തിരിക്കുന്ന തീയതി എത്രയാണെന്നറിയാം? ഓർമ്മയുണ്ടാവില്ലല്ലേ? പുറത്തുള്ളവരെക്കാൾ തീയതിയും ദിവസവും കൃത്യമായി ഓർക്കുന്നത് അകത്ത് കഴിയുന്ന ഞങ്ങളായിരിക്കും. ഇന്ന് 7-ാം തീയതിയല്ലേ? അടുത്ത മാസം 7-ാം തീയതി ശ്രീദേവിയുടെ ശിക്ഷയുടെ കാലാവധി തീരുകയാണ്. ശ്രീദേവിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനിക്കുട്ടന്റെ അച്ഛനാരാണ്?
ശ്രീദേവിയുടെ ഇന്നലെകളെ കുറിച്ച് ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുന്നതിൽ വിഷമമുണ്ട്. എന്നാൽ കൂടി അനിക്കുട്ടന്റെ അച്ഛൻ ആരാണെന്നറിഞ്ഞാൽ അയാളെ തേടിപ്പിടിച്ച് നിങ്ങളെ യോജിപ്പിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇനിയുള്ള കാലമെങ്കിലും ശ്രീദേവിക്ക് നല്ലൊരു ജീവിതം തരാൻ കഴിഞ്ഞാൽ. ജീവിതം എന്റെ ജീവിതം എന്നെ അവസാനിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നത് എന്റെ മോന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ വളർന്നു വലുതാകുമ്പോൾ ശ്രീദേവിയുടെ മുഖത്ത് നോക്കി അവൻ ചോദിക്കും അവന്റെ അച്ഛൻ ആരാണ്. അന്ന് ആരുടെയെങ്കിലും പേര് പറയാതിരിക്കാൻ ശ്രീദേവിക്ക് പറ്റില്ല. എന്നെ ഒരു അന്യനായി കാണാതിരിക്കാൻ ശ്രീദേവിക്ക് കഴിയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എല്ലാം ഞാൻ പറയാം. എന്റെ മോനെ ഒരു കൊലയാളിയുടെ മകനാണെന്ന് അറിയിക്കാതെ അവന് സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തിയത് സാറാണ്. അവൻ അച്ഛനില്ലെങ്കിലും അച്ഛാന്ന് വിളിക്കാനുള്ള അവകാശം കൊടുത്തതും സാറാണ്. സാറിനോട് ഞാൻ എല്ലാം പറയാം. ഞാനൊരു പാട്ടുകാരിയാണെന്ന് സാറിന് അറിയാമല്ലോ. അന്ന് എസ് എൻ ഹാളിൽ ഞങ്ങളുടെ ട്രൂപ്പിന്റെ ഗാനമേള നടക്കുമ്പോഴാണ് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്, സതീഷ്. ആ പരിചയം പ്രേമമായി വളർന്നു. സതീഷ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. എന്റെ ഗാനമേള എവിടെ നടന്നാലും സതീഷ് അവിടെയൊക്കെ എത്താറുണ്ട്. ഞാൻ എന്റെ മനസ്സ് മാത്രമല്ല സതീഷിന് കൊടുത്തത്, എന്നെ തന്നെ കൊടുത്തു. ഒരു സ്ത്രീക്ക് വിലപ്പെട്ടതെല്ലാം. ഒരു ദിവസം ഞാൻ ഒരു സത്യം മനസ്സിലാക്കി. ഞാനൊരു അമ്മയാകാൻ പോകുന്നുവെന്ന സത്യം. ഞാൻ അന്ന് തന്നെ സതീഷിനെ കാണാൻ ബാങ്കിൽ ചെന്നു. സതീഷ് ഓഫീസ് സംബന്ധമായി എവിടെ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് എറണാകുളത്തൊരു ഗാനമേള ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാനേജർ സാറേ, ഇതൊരു തല്ലിപ്പൊളി ഹോട്ടലാ. അപ്പുറത്തൊക്കെ പോലീസ് റൈഡ് നടക്കുന്നേ. റൈഡ്? ആ. അങ്ങോട്ട് നീ കേൾക്കടാ. അങ്ങോട്ട് നടക്കണ. അങ്ങോട്ട്. നിങ്ങളൊക്കെ? ഞങ്ങൾ CAC ഗാനമേള ട്രൂപ്പുകാരാ. ഇന്ന് പ്രോഗ്രാം ഉണ്ടോ? ഉണ്ട്. എന്താ ഇവിടെ? തുറക്കുന്നില്ല സാർ. മാറും. തുറക്കടോ. തുറക്കാൻ. എന്താണ് തുറക്കാൻ ഇത്ര താമസം? ഇറങ്ങി വേടി. എന്താ നിങ്ങളുടെ പേര്? രാജീവ്. എവിടെയാ സ്വദേശം? കാലിക്കറ്റ്. ഈ സ്ത്രീ നിങ്ങളുടെ ആരാ? എന്റെ ഭാര്യയാണ് സാർ. ഭാര്യ? ഇങ്ങനെ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നടക്ക്. സാർ, നിങ്ങൾ മാന്യന്മാരെ അവമാനിക്കരുത്. ഞങ്ങൾ വിവാഹിതരായിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇപ്പൊ ഹണിമൂണിന് വേണ്ടി വന്നതാണ്. അത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ. വ്യഭിചരിക്കാൻ വേണ്ടി മുറിയെടുക്കുന്നവരെല്ലാം ഹസ്ബൻഡും വൈഫാണെന്ന് പറയാറ്. നടക്ക്. ഇവരുടെ മാരേജ് കഴിഞ്ഞതാണ്. ഇവരെ നിങ്ങൾ അറിയോ? അറിയും. മിസ്റ്റർ രാജീവിന്റെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു. ഹി ഗോട്ട് മാരീഡ് only 2 weeks back. ഓഹോ, നിങ്ങൾ CAC ട്രൂപ്പിലെ സിംഗർ അല്ലേ? ആ, മിസ്റ്റർ രാജീവ്, സോറി ഫോർ ദ ട്രബിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ആ, നിങ്ങൾ അവരെല്ലാം പിടിച്ച് വാനിൽ കയറ്റ്. സാർ. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്റെ എല്ലാം കവർന്നെടുത്ത സ്വന്തം കാമുകനെ മറ്റൊരു സ്ത്രീയോടൊപ്പം ഹോട്ടൽ മുറിയിൽ വെച്ച് വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞ് പോലീസിന്റെ മുമ്പിൽ സാക്ഷ്യപത്രം നൽകി കാമുകനെ രക്ഷിച്ച ഒരു കാമുകയും ഈ ലോകത്തുണ്ടാവില്ല സാർ. ആ മനുഷ്യന് വേണ്ടി ഞാൻ അതും ചെയ്തു.
പിറ്റേ ദിവസം ഞാൻ സതീഷിനെ കാണാൻ ചെന്നു. ഒരു പുരുഷനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടത്. അത് ഞാൻ സഹിക്കാം. സതീഷ് എന്നെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കുമെന്ന് ആര് പറഞ്ഞു? ഈ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. പ്രേമിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഉടനെ വിവാഹം കഴിക്കാം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവന്റെ ഉദ്യോഗം, സ്റ്റാറ്റസ്, അങ്ങനെ എന്തെല്ലാം നോക്കണം. എന്റെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ശ്രീദേവിയെ ഉടനെ വിവാഹം കഴിക്കാനുള്ള ചുറ്റുപാടിലല്ല ഞാൻ. അടുത്ത ആഴ്ച ഞാൻ കുവൈറ്റിൽ പോകും. പിന്നെ എന്നാണ് തിരിച്ചു വരുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. സതീഷ്, ഞാനൊരു പാവമാണ്, ആരോരും ഇല്ലാത്തവളാണ്. സതീഷ് എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഗർഭിണിയായി ഞാൻ. അതാണ് ഞാൻ പറഞ്ഞ അബോർട്ട് ചെയ്യാവുന്നത്. സതീഷ്, ഗർഭത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ സ്റ്റേജ് ആവുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലേ? വേണ്ട, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ടുവന്നോട്ട് യാതൊരു കാര്യമില്ല. പെണ്ണുങ്ങളായ ഗർഭിണികളാവും. ഒരു കലാകാരി കൂടി ആവുമ്പോ അത് സാധാരണ സംഭവമാണ്. അതിന് ശ്രീദേവി ഇത്ര വറീഡാവുന്ന എന്തിനാ? നാളെ ഹോസ്പിറ്റലിലേക്ക് എന്നാ മതി. എല്ലാം ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. സതീഷ്, എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയും പോകാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളെ ഞാൻ കുവൈറ്റിലേക്ക് വിടില്ല. ഞാൻ ബാങ്കിൽ വന്ന് നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവരോടും വിളിച്ചു പറയും. പേടിപ്പിക്കാണ് എടി പെണ്ണേ. നിന്നേക്കാൾ വലിയ എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു. ആ വേല അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അളിയ ആകെ കുഴയുന്ന ലക്ഷണമാണ്. അബോർട്ട് ചെയ്യാൻ ശ്രീദേവി സമ്മതിക്കുന്നില്ല. ഞാൻ അവളെ കെട്ടണമെന്നാ പറയുന്നു. അവൾ ബാങ്കിൽ കയറി വന്ന് എന്നെ നാറ്റിക്കുമെന്നാ തോന്നുന്നു. നീ എന്നെ ഒന്ന് രക്ഷിക്കണം. നീ പേടിക്കണ്ടളിയാ. ഗർഭം ഉണ്ടെന്ന് വെച്ച് എല്ലാരെയും കെട്ടാൻ പറ്റുമോ? നിന്നെ നാറ്റിക്കുന്നതിന് മുമ്പ് അവളെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നിനക്ക് സതീഷിനെ തന്നെ വിവാഹം കഴിക്കില്ല അല്ലേടി? നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ തന്നെ സതീഷാണ് പറഞ്ഞ് ബാങ്കിൽ ചെന്നവനെ നാറ്റുമല്ലേ? അവന് മാത്രം എന്റെ പേരൂടെ നിന്റെ ലിസ്റ്റ് ചേർത്തോ. പിന്നെ നീ ആരുടെ പേര് പറയും? അവന്റെതോ അതോ എന്തോ? ഇത്രയും വലിയ ക്രൂരത ശ്രീദേവിയോട് കാട്ടിയിട്ടും ആ മനുഷ്യനാണ് ശ്രീദേവിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് എന്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞില്ല? കോടതിയിലല്ല, സാക്ഷാൽ ഈശ്വരനോട് പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ആ മനുഷ്യനോട് പക വീട്ടാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. എനിക്കതറിയില്ല. സ്നേഹിക്കാനേ എനിക്കറിയും. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചതും വിശ്വസിച്ചതുമല്ല. കരയാതിരിക്കൂ ശ്രീദേവി, എല്ലാം വിധിയാണ്. മോനെ, ഡാഡി വരട്ടെ? ഡാഡി രാവിലെ എവിടെ പോവാ? ഇന്ന് മോന്റെ മമ്മി വരുന്ന ദിവസമാണ്. ഡാഡി മമ്മിയെ കൊണ്ടുവരാൻ പോവാ. ഞാനും വരുന്നു ഡാഡി, എനിക്കും മമ്മിയെ കാണണം. അയ്യോ വേണ്ട, മമ്മി ജോലി ചെയ്യുന്ന ഓഫീസില് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. മോനിവിടെ വന്നു, ഡാഡി പോയി വിളിച്ചോണ്ടിരാം. കല്യാണമേ, മോനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയേക്കണം. ഡാഡി പോയി മമ്മി വിളിച്ചോണ്ടിരാം കേട്ടോ. ടാറ്റാ.
എന്താ പൂപ്പ? മമ്മിയെ കൊണ്ടുവരാൻ പോയിട്ട് ഡാഡി കാണുന്നില്ലല്ലോ. ആ ഇപ്പൊ വരും മോനെ. മമ്മി ജോലി ചെയ്യുന്ന ഓഫീസ് വലിയ ഓഫീസാണോ? പിന്നെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ. 10,500 പേര് ജോലി ചെയ്യുന്ന മഹാസ്ഥാപനമാ സെൻട്രൽ ജെ ഇൻസ്റ്റിറ്റ്യൂഷൻ. മമ്മി എന്താ ഇതുവരെ മോനെ കാണാൻ വരാഞ്ഞ്? എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? ഇത് വലിയ ഇടാകൂടെ ആയല്ലോ. സത്യം പറയാഞ്ഞിട്ട് എന്റെ തല കിടന്ന് പുകയുന്നു ഈശ്വര. എന്താ? അതേ അനിക്കുട്ടന്റെ ഡാഡി അറിഞ്ഞാലേ അമ്മാവന്റെ പണി പോകും. ആ അതെ അവര് വന്നല്ലോ. ഇതാണ് മോനെ നിന്റെ മമ്മി. മമ്മി മമ്മി ഇനി മോന്റെ കൂടെ എന്നുണ്ടാവോ ഡാഡി? മോൻ വിളിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്, പിന്നെ തിരുത്താൻ പോയില്ല. വാ മമ്മി. ആ കല്യാണിയമ്മേ, ശ്രീദേവിക്ക് ആ മുറി ഒന്ന് കാണിച്ചു. മമ്മിയുടെ മുറി ഞാൻ കാണിച്ചു തരാം. വാ. ശ്രീദേവി, ശ്രീദേവി ഉറങ്ങിയില്ലേ? മോൻ ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നത്. എന്നും അനിക്കുട്ടൻ എന്റെ കൂടെയാണ് ഉറങ്ങാറ്. ഇന്ന് മോനില്ലാത്തതുകൊണ്ട് അമ്മയെ കണ്ടപ്പോ ഡാഡിയെ ഐ മീൻ എന്നെ മറന്നു. ശ്രീദേവി കിടന്നോളൂ. എന്താ ശ്രീദേവി? സാർ, എന്നെയും മോനെയും നാളെ രാവിലെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. എങ്ങോട്ട്? ഇത് അനിക്കുട്ടന്റെ വീടാണ്. അവനോടൊപ്പം അവന്റെ അമ്മയ്ക്ക് ഇവിടെ താമസിക്കാം. വേണ്ട സാർ, ഞാനും എന്റെ മോനും സാറിനൊരു ഭാരമാകരുത്. എന്റെ മോനുമായി ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം. 6 വർഷം എന്റെ സ്വന്തം മോനെ പോലെയാണ് അനിക്കുട്ടനെ ഞാൻ വളർത്തിയത്. ആ എന്നെ ഒരു നിമിഷം കൊണ്ട് അന്യനാക്കി മാറ്റരുത്. സാറിനോട് ഞാനും എന്റെ മോനും എന്നും കടപ്പെട്ടവരാണ്. എന്റെ മോനെ ഇരുട്ടറയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന്
ഒരു കൊലയാളിയുടെ മകനാണെന്ന് അറിയിക്കാതെ വളർത്തിയത് സാറാണ്. ആ നന്ദിയും സ്നേഹവും എനിക്കെന്നും ഉണ്ടായിരിക്കും. ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന എന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചാൽ തകർന്നു വീഴുന്നത് സാറിന്റെ അഭിമാനമായിരിക്കും. നഷ്ടപ്പെടുന്ന എന്റെ അഭിമാനത്തെ ഓർത്ത് ശ്രീദേവി വിഷമിക്കണ്ട. ശ്രീദേവി അനിക്കുട്ടിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ശ്രീദേവിയോട് പോകരുതെന്ന് എനിക്ക് പറയാനാവും. നിർബന്ധിച്ച് ഇവിടെ നിർത്താൻ എനിക്ക് അവകാശമില്ല. പോകരുത്, പ്ലീസ്. Ladies and gentlemen, Indian Airlines announces the arrival of flight IC-167 from Bombay. Thank you. कृपया ध्यान दीजिए, इंडियन एयरलाइंस की उड़ान IC-167 अब बम्बई से आ पहुंची है. धन्यवाद. Indian Airlines flight IC-168 who have checked in at the traffic counter ചേട്ടാ are requested to check the security. ഇവന്റെ ചേട്ടനാണ്. വാ പരിചയപ്പെടുത്താം. യാത്ര സുഖമായിരുന്നു. ചേട്ടൻ വന്നിട്ട് അധികം നേരമായോ? ഫ്ലൈറ്റ് 1 hour ലേറ്റ് ആയിരുന്നു. ആ ചേട്ടാ, ഇത് മിനി കുവൈറ്റ് എയർവേസിൽ വർക്ക് ചെയ്യുന്നു. തൃശ്ശൂരാണ് വീട്. ഇതെന്റെ ചേട്ടൻ. അറിയാം, സതീഷ് എപ്പോഴും പറയാറുണ്ട്. നമുക്ക് പോവാം. ആ മിനിയുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഡാഡിക്ക് നല്ല സുഖമില്ല. ഡ്രൈവർ വന്നിട്ടുണ്ടോ? വരട്ടെ. ഓക്കെ. ചേട്ടാ, ചേട്ടനോടൊരു കാര്യം ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. ചേട്ടൻ ഏതോ ഓർഫണേജിൽ നിന്നും ഒരു കുട്ടിയെടുത്ത് വളർത്തുന്നു എന്ന് കേട്ടു. അതെ, ഓർഫനേജിൽ നിന്നല്ല, ജയിലിൽ നിന്ന്. ജയിലിൽ നിന്ന്? അതെ, ഒരു മർഡർ കേസിൽ 7 വർഷം ശിക്ഷിച്ച് ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയുടെ കുട്ടിയെ. ഒരു കുട്ടിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ചേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നു. ഞാനത് എഴുതിയതുമാണ്. ചേട്ടനെ കാട്ടിയത് നമ്മുടെ അന്തസ്സിന് ഒട്ടും യോജിച്ചാൽ. ഇന്ന് ചേട്ടൻ ഒരു ജഡ്ജിയാണ്, അതുപോലും ചേട്ടൻ മറന്നു. വക്കീലായാലും ജഡ്ജി ആയാലും മനുഷ്യന്റെ മനസ്സിലെ വികാരങ്ങളെല്ലാം ഒന്നല്ലേ? കുമാര, പെട്ടിയൊക്കെ എടുത്തു വെക്കും. ശരി സാർ, വാടാ. ആ, നീ അനിക്കുട്ടനെ കണ്ടിട്ടില്ലല്ലോ. അനിക്കുട്ടാ, അനിക്കുട്ടാ, വാ. ഇതാണ് അനിക്കുട്ടൻ. ഇത് അനിക്കുട്ടന്റെ അമ്മ ശ്രീദേവി. ശ്രീദേവി, ഇത് എന്റെ അനിയൻ സതീഷ്, കുവൈറ്റിലായിരുന്നു. ആ, നീ കുളിച്ച് ഫ്രഷ് വാ. ഡാഡി അങ്കിളിനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയിരുന്നു.
എന്താ നിന്റെ ഉദ്ദേശം? എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരിക്കും നീ ഈ വീട്ടിൽ തന്നെ കയറി വന്നു. വീണ്ടും എന്നെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? അതും ഈ വീട്ടിൽ വെച്ച്. നീ എത്രയും വേഗത്തിൽ ഇവിടെ ഇറങ്ങിപ്പോകും. കണ്ട അലവലാതിക്ക് കിടന്നുറങ്ങാനുള്ള വീടല്ലേ. ചേട്ടനെയും നാട്ടുകാരെ അറിയിപ്പിച്ച് എന്റെ അന്തസ്സും അഭിമാനവും തകർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അന്തസ് സ്നേഹത്തിന്റെ പേര് പറഞ്ഞെന്നെ ചതിച്ച് ഒരു കുഞ്ഞിനെ സമ്പാദിച്ചു തന്നിട്ട് ഒരു കള്ളനെ പോലെ നാട് വിട്ടോടിയ നിങ്ങൾ അന്തസ്സിനെ കുറിച്ച് പറയുന്നു. നിർത്തടി. കലയുടെ പേരും പറഞ്ഞ് കണ്ടവന്റെ കൂടെയൊക്കെ അന്തി ഉറങ്ങിയിട്ട് അച്ഛനാരാണെന്ന് നിനക്ക് പോലും തറപ്പിച്ചു പറയാൻ കഴിയാത്ത ഈ കുഞ്ഞിന്റെ പിതൃത്വം എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നടക്കാൻ പോകുന്നില്ല. മിസ്റ്റർ സതീഷ്, മൈൻഡ് യുവർ വേർഡ്സ്. ചെയ്യാത്ത കുറ്റത്തിന് 7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചവളാണ് ഞാൻ. വീണ്ടും എന്നെ അങ്ങോട്ട് അയക്കരുത്. പണ്ടും നീ ഇതുപോലെ എന്റെ നേരെ ഭീഷണികൾ മുടക്കിയിട്ടുള്ളതാണ്. അന്ന് നിനക്ക് എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് പകരം വീട്ടാനായിരിക്കും ഭാര്യ മരിച്ച എന്റെ ചേട്ടനെ നീ ഇപ്പോൾ മയക്കിയെടുത്തിരിക്കുന്നത്. ചേട്ടന്റെയും അനിയന്റെയും കുട്ടികളെ പ്രസവിക്കാനുള്ള മഹത്വമൊന്നും എന്റെ ഗർഭപാത്രത്തിനില്ല. നാളെ രാവിലെ നിന്റെ ഈ കുഞ്ഞുമായി ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അല്ലെങ്കിൽ നീ ഇറങ്ങി വന്ന ജയിലിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ഓർമ്മിച്ചു. സതീഷ്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ശ്രീദേവി, ശ്രീദേവി, നീ ഇതിനു മുമ്പ് ശ്രീദേവി അറിയോ? നിന്നോടാ ചോദിച്ചത്. ഇല്ല. നിനക്കിവിടെ അറിയില്ലല്ലേടാ? ശ്രീദേവി എന്നോട് ജയിലിൽ വെച്ച് അവളുടെ കഥകൾ മുഴുവൻ പറഞ്ഞപ്പോ അവളുടെ കാമുകന്റെ പേര് സതീഷ് എന്നാണെന്നും അവന് കുവൈറ്റിലാണ് ജോലിയെന്നും കൂടെ അറിഞ്ഞപ്പോ അത് നീ ആയിരിക്കുമെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7 വർഷമായിട്ട് നാട്ടിലേക്ക് വരാതിരുന്ന നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ചേട്ടാ, ചേട്ടൻ ഇവൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. നമ്മുടെ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിവാഹിതയായി ഗർഭിണിയായി കൊലക്കുറ്റം ചുമത്തപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന ഇവളോട് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായി ഞാൻ പരിഹാസസ്വരത്തിൽ ചോദിച്ചപ്പോ നിന്റെ പേരവൾ പറഞ്ഞിരുന്നെങ്കിൽ തകർന്നു പോകുന്നത് നിന്റെ അഭിമാനം മാത്രമായിരുന്നില്ല, എന്റെയും നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായിരുന്നു. പക്ഷേ അവളത് പറഞ്ഞില്ല. തന്റെ ജീവിതവും നശിച്ചു, നിന്റെ ജീവിതമെങ്കിലും നശിക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അങ്ങനെയുള്ള ഇവളെയാണ് നീ സതീഷ്. നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ 7 വർഷം ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഇവളെ ഇനിയും ദുഃഖിക്കാൻ നീ ഇടവരുത്തരുത്. നീ ഇവളെ സ്വീകരിക്കണം. ശ്രീദേവി, കഴിഞ്ഞതെല്ലാം മറക്കണം. എനിക്ക് വേണ്ടി, എന്റെ അനിക്കുട്ടന്റെ നന്മയ്ക്ക് വേണ്ടി. മമ്മിയുടെ വീട്ടിലേക്ക്. ഡാഡിയോട് പറയണ്ടേ? വേണ്ട. ശ്രീദേവി, പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. പൊയ്ക്കോട്ടെ സാർ. ശ്രീദേവി, സതീഷ് ഒരു തെറ്റ് ചെയ്തു.
ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്ത തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഇന്നവൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ നിർബന്ധം കൊണ്ടല്ല, അവന്റെ സ്വന്തം തീരുമാനമാണ്. എന്നോട് ക്ഷമിക്കൂ ശ്രീദേവി. ശ്രീദേവിയോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രീദേവിയെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിലോ? ശ്രീദേവി എന്താണ് ഈ പറയുന്നത്? ഞാൻ ജീവന തുല്യം സ്നേഹിച്ച ഈ മനുഷ്യൻ എന്നെ നശിപ്പിക്കാൻ ഒരാളെ അയച്ചതാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ കൂടെ ജീവിക്കണമെന്നാണ് സാർ പറയുന്നത്. ഇല്ല, എനിക്കതിനാവില്ല. ശ്രീദേവി, ഞാൻ സാർ പ്ലീസ്, ഇനി എന്നെ നിർബന്ധിക്കരുത്. ഇല്ല, ഇനി ഞാൻ ശ്രീദേവി നിർബന്ധിക്കില്ല. ശ്രീദേവിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. സാർ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. വാ മോനെ. ഇല്ല, എന്റെ ഡാഡി വിട്ട് ഞാൻ വരില്ല. ഞാൻ മമ്മിനോട് പോവില്ല. ഡാഡി എന്നെ കൊണ്ടുവരുന്നത് മമ്മിയോട് പറയൂ. ഡാഡി, എന്റെ ഡാഡി വിട്ട് ഞാൻ പോവില്ല. നല്ല കുട്ടികളെ പറഞ്ഞനുസരിക്കണമെന്ന് ഡാഡി പറഞ്ഞിട്ടില്ലേ? മമ്മിയോട് പറഞ്ഞിട്ടില്ല. നല്ല കുട്ടിയായിട്ട് വളരണം. ചെല്ലു ചെല്ലു ചെല്ലു.